ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്, ഡ്രൈ ആണ്, ഫ്രിസിയാണ്. അപ്പോൾ ആ ഹെയറിനകത്ത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ്, കെരാറ്റിൻ ചെയ്തിട്ടില്ല. അപ്പം കെരാറ്റിൻ വേണ്ട എന്ന് പറഞ്ഞ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്താൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈനെസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കെരാറ്റിനും കൂടെ ചെയ്യാം. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കിട്ടി, അതുകൊണ്ട് നമുക്ക് കെരാറ്റിൻ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അപ്പം നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറൊക്കെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു പ്രോട്ടീനോ അല്ലെങ്കിൽ ലിക്വിഡ് പ്രോട്ടീനോ ചെയ്യണം. ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിന് ഗുണവും, അതുപോലെ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിനും സ്കാൽപ്പിനും ഒരുപോലെ ഗുണമുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സുൾ, ഇത്രയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. വൈറ്റമിൻ ഇ ഒരു 1-2 എണ്ണ എടുക്കാവും, കാരണം നല്ല ഒത്തിരി ഹെയർ ഉണ്ടെങ്കിൽ 2 എണ്ണം, അതല്ല കുറച്ച് ഹെയർ ഉള്ളെങ്കിൽ 1 എണ്ണ എടുക്കാവും. എഗ് വൈറ്റ് 1 എണ്ണത്തിൻ്റെ എടുക്കണം. അലോവേര ജെല്ല് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അത് നമ്മുടെ ഹെയർ എത്രത്തോളം നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതുപോലെ മേടിക്കുന്ന അലോവേര ജെല്ലായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ അത്രയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ തേക്കുക. സ്കാൽപ്പിൽ തേച്ചിട്ട് ചിലർക്ക് മാത്രം ഹെയറിലിട്ടാൽ ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട് നമ്മൾ ഷാമ്പു വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ ഡ്രൈനെസ് തോന്നിയാലും അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മാറും. ഹെയർ നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നിയാൽ പേടിക്കണ്ട. അല്ല, സ്കാൽപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യുക, കണ്ടീഷണറുടെ ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്യാം. പിന്നെ സ്കിന്നിനെ കുറിച്ച് ഞാനങ്ങനെ കൂടുതലും പറയാറില്ല, പക്ഷേ എന്നാലും ഞാൻ മെയിനായിട്ടും നമ്മളിവിടെ ചെയ്യാറുണ്ട്, സ്കിന്നും ഹെയറും. അപ്പോൾ സ്കിന്നിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ പാർലറിൽ പോയാൽ ആദ്യം പറയും എനിക്ക് ഡീറ്റാൻ ഇടണം, നന്നായിട്ട് ടാനുണ്ട്, ടാൻ പോകാനുള്ള എന്തെങ്കിലും ചെയ്യണം. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഡീറ്റാൻ അവോയ്ഡ് ചെയ്യണം. ഡീറ്റാൻ ഇട്ട് നമ്മൾ ഫേഷ്യലോ ക്ലീനപ്പോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് നന്നായിട്ട് ടാൻ വീണ്ടും ഉണ്ടാകും സ്കിന്നിൽ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റാൻ ഇടാതെ ഓറഞ്ച് ഗാൽവാനിക് ചെയ്യണം. ഓറഞ്ച് വെച്ച് ഗാൽവാനിക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫേഷ്യലോ ക്ലീനപ്പോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്. പിന്നെ നമുക്ക് ടാൻ എങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാകത്തുമില്ല, നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ. നല്ല ഡ്രൈ ആണ്, ഫ്രിസിയാണ് ഹെയർ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പം നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി, കാരണം ഡ്രൈനെസ്സൊക്കെ മാറി നല്ലതായിട്ട് കിട്ടി. എൻ്റെ പേര് രേഷ്മ. അപ്പോൾ രേഷ്മയുടെ ഹെയർ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രൈനെസ്സുള്ള ഹെയർ ആയിരുന്നു. നമ്മൾ പറഞ്ഞ് കെരാറ്റിൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബ്ലോ ഡ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി റൂട്ടച്ച് ചെയ്യാൻ വരുന്ന സമയത്ത് കെരാറ്റിൻ കൂടെ ചെയ്യാൻ പറഞ്ഞു. ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കാത്തത്, ഫേസിനൊക്കെ നല്ല ചേഞ്ചായി കേട്ടോ. അതുപോലെ മാസത്തിലൊരു പ്രോട്ടീനോ ഹെയർ സ്പായോ ഒക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞ് ലാസ്റ്റ് പിന്നെ സമ്മതിച്ച് ഫേസ് കാണിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഫേസ് നമുക്ക് ഇഷ്ടപ്പെട്ടോ? മടി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ അങ്ങനെ ഫേസ് കാണിക്കാൻ കുഴപ്പമില്ല. ഒരു നല്ല ഭംഗിയില്ലേ ഇപ്പോൾ? ആയില്ലേ? ഇഷ്ടമായില്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അഴിച്ചിട്ടുകൊണ്ട് പോകാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കിംഗ് അനുസരിച്ചാണ് എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.